മുസ്ദലിഫയുണ്ട് മശ്അറുൽ ഹറാം. ഫദ്കുറുല്ലാഹ ഇൻദൽ മശ്അരിൽ ഹറാം. മശ്അറുൽ ഹറാം എന്ന അല്ലാഹു പേര് വിളിച്ച പുണ്യസ്ഥലം അൽ മുസ്ദലിഫ. അവിടെ നിന്ന് മിനായിലേക്ക് എറിയാനുള്ള കല്ല് ശേഖരിക്കുന്ന ചെറിയ പെബിൾസ്, ചെറിയ കൊച്ചുകല്ലുകൾ. അവിടെയും താമസിക്കുന്നത് അല്ലാഹുവിന് ചെയ്യുന്ന ത്യാഗമാണ്. മുസ്ദലിഫയിൽ കഴിഞ്ഞ് മിനയിലേക്ക് വരണം. സുബ്ഹാനല്ലാഹ്. ഈ യാത്രകൾ അല്ലാഹുവിന് ചെയ്യുന്ന ത്യാഗങ്ങളെല്ലാം അന്നൊരിക്കൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൊച്ചുമോൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ കൈപിടിച്ച് നടന്നുപോയ ഭാഗങ്ങൾ. അവിടെ ചെന്ന് ജംറ എറിയുന്നത് നമ്മുടെ തിന്മ ചെയ്യാൻ നമ്മെ കൊണ്ട് പറയിപ്പിക്കുന്ന ശരീരത്തിന് എതിര് ചെയ്യുന്ന ശരീരത്തോട് എറിയുന്നത് എങ്ങനെ? കല്ലുകൊണ്ടുള്ള എറിയലല്ല, നമ്മുടെ മനസ്സുകൊണ്ട് ഈമാൻ കൊണ്ട് തിന്മയെ തടഞ്ഞു നിർത്തുന്ന ഈ ഒരു സിംബലിക് ആക്ഷനാ സത്യത്തിൽ നമ്മുടെ ജംറകളിൽ എറിയുന്നത്. അങ്ങനെ ആലോചിക്കാറുണ്ടോ? ഇങ്ങനെ ശുദ്ധിയായിട്ട് വരിക. അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. സ്വീകരിക്കപ്പെടുന്ന ഒരു ഹജ്ജിന് സ്വർഗ്ഗത്തിൽ കുറഞ്ഞ ഒരു പ്രതിഫലവും ഇല്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഹജ്ജുൽ മബ്റൂർ, അൽ ഹജ്ജുൽ മബ്റൂർ, സ്വീകരിക്കപ്പെടുന്ന ഹജ്ജിന് എന്താ മബ്റൂറായ ഹജ്ജ് എന്ന് പറയുന്നറിയോ? ഭക്ഷണം ആളുകൾക്ക് നൽകുക, പിന്നെ ത്വീബുൽ കലാം, നല്ല സംസാരം അവിടെ ഉണ്ടാവുക. ഇത് രണ്ടും ഹജ്ജ് സ്വീകരിക്കപ്പെടാൻ അത്യാവശ്യമാണ്. ഹജ്ജുൽ മബ്റൂർ എന്ന വാക്കിന് ചില മുഫസ്സിരീൻ കൊടുത്ത അർത്ഥവും അതാണ്. ഹജ്ജുൽ മബ്റൂർ മാ ബിർറുഹു. നബിയെ, എന്താണ് ഹജ്ജിന്റെ പുണ്യമെന്ന് ചോദിച്ചു. പുണ്യം എന്ന് പറഞ്ഞാൽ ഭക്ഷിപ്പിക്കുക. കൂടുതൽ ആരെങ്കിലും കൊണ്ട് ഞാൻ എന്റെ വക പാവപ്പെട്ട ഒരാൾക്ക് ഭക്ഷിപ്പിക്കുന്നു. അത് ഹജ്ജ് കഴിഞ്ഞാലും കഴിഞ്ഞിട്ടും അതിന്റെ മുമ്പും ശേഷവും മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക, അന്നം കൊടുക്കുക, സർവൈവ് ചെയ്യാൻ അവരെ സഹായിക്കുക. ഈ സഹായം ഹജ്ജിന്റെ പുണ്യത്തിന്റെ അത്യാവശ്യ ഘടകമാണ്. പിന്നെയോ ത്വീബുൽ കലാം, നല്ലത് പറയാ. അവിടെ ചെന്നാലൊക്കെ ദേഷ്യപ്പെടുന്ന അവസ്ഥകൾ വരും. فمن حج فلا رفث ولا فسوق ولا جدال في الحج. ഒരാളങ്ങ് ഹജ്ജ് പോയപ്പോൾ ആലോചിച്ച് പ്രശ്നംപുരാനെ അല്ലാഹു തആല പറയാ, ഹജ്ജിന് പോയാൽ അവിടെ അനാവശ്യമായ വർത്തമാനം പാടില്ല, തർക്കിക്കാൻ പാടില്ല. ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാൽ, തിന്മ ചെയ്യാനും പറ്റില്ല, അനാവശ്യ വർത്തമാനം തർക്കിക്കാനും പാടില്ല. ഇതൊക്കെ ഇപ്പൊ ഹജ്ജിന് ഉണ്ടാവുമെന്ന് വിചാരിച്ച് പോയതാ. ചെന്ന് നോക്കുമ്പോഴല്ലേ അറിയുന്നത് എന്തൊക്കെ കേസുകൾ വരും അവിടെ, എന്തൊക്കെ സംഘങ്ങൾ വരും അവിടെ. ഹറാമും ഹലാലും ചർച്ച ചെയ്യുന്നവർ, മസ്അലകൾ പറയുന്നവർ, അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദം. എവിടെ? മിനാന്റെ ടെന്റിന്റെ ഉള്ളിലേ. സുബ്ഹാനല്ലാഹ്. നിങ്ങളതിന് പോവല്ലേ, അവിടെ തർക്കിക്കാനിടമല്ലേ. അതൊക്കെ ആലിമീങ്ങൾ അവർ പഠിപ്പിച്ചു തരും. അത് കേട്ടേക്ക്, തർക്കിക്കല്ലേ. ചില ആളുകളുടെ പെരുമാറ്റം, പല രാജ്യക്കാർ നമ്മുടെ പക്ഷത്താണ് മുഴുവൻ ഹക്ക്, പക്ഷേ നമ്മുടെ ഹക്ക് അവരെടുത്തുനിന്ന് വരും. ഇതൊക്കെ സംഭവിക്കും. ഹജ്ജിന് പോയതല്ലേ, യാ അല്ലാഹ് ഇങ്ങനെ പരീക്ഷണമോ? കൊണ്ടുപോയ മുത്തവിഫനെ നമ്മൾ വഞ്ചിച്ചു പോയി എന്ന് വരും. അങ്ങനൊക്കെ ടെന്റ് നമ്പർ വരെ കിട്ടിയ ചെന്ന് നോക്കുമ്പോൾ അങ്ങനെ ടെന്റേ ഇല്ല അവിടെ. യാ അല്ലാഹ്. ഫലാ റഫസ്, ചൂടാവല്ലേ. വലാ ജിദാല വലാ റഫത വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. ആക്ഷേപം വേണ്ടേ? നാവ് സൂക്ഷിച്ചോ. ഇതിന് അല്ലാഹു ഹജ്ജിനെ പറ്റി പറഞ്ഞ ഭാഗത്ത് നിങ്ങൾ നാവ് സൂക്ഷിച്ചേക്കണം കേട്ടോ എന്ന് പറയാനുണ്ടായ അനുഭവം. ഒരുപാട് ബിഹേവിയറൽ ഇഷ്യൂസ്, പെരുമാറ്റപരമായ വിഷയങ്ങൾ, മില്യൺ കണക്കിന് ആളുകളുടെ മില്യൺ കണക്കിന് സ്വഭാവങ്ങൾ ഒത്തുകൂടുന്ന സ്ഥലമാണ്. പലതും നമുക്ക് പിടിച്ചില്ല എന്ന് വരും, പക്ഷേ നാവിനെ സൂക്ഷിച്ചേക്കണം കേട്ടോ. അത് നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ നാട്ടിലേക്ക് എത്തിയാൽ നീ ഒന്നാം നമ്പർ ഹാജിയാണ്. എന്തേ? നിന്റെ വാക്കിൽ അനാവശ്യങ്ങൾ വരില്ല. ഇങ്ങനെ മെസ്സേജൊക്കെ ഇപ്പൊ ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോൾ കിട്ടുന്നുണ്ടോ? എന്താ ഡയലോഗുകള്! സുബ്ഹാനല്ലാഹ്. ഹജ്ജ് കഴിഞ്ഞാൽ, ഉംറ കഴിഞ്ഞാൽ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാൽ. പിന്നെ തർക്കം വേണ്ടേ? അനാവശ്യമായ വർത്തമാനങ്ങൾ വേണ്ടേ? അനാവശ്യമായ ഫൗൾ ലാംഗ്വേജ് ഉപയോഗിക്കല്ലേ? ഇത് പഠിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഒരു കുടുംബത്തിന്റെ ചരിത്രം ഇങ്ങനെ പഠിപ്പിച്ചിട്ട് നമ്മെ ശരിക്കും പ്യൂരിഫൈ ചെയ്തെടുക്കുക. ഇൻഷാ അല്ലാഹ് ആ ശുദ്ധി കൈവരുന്ന ആളെ സംബന്ധിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖയൗമ വലദതുഹു ഉമ്മ പ്രസവിച്ച നാളത്തെ പരിശുദ്ധിയോടുകൂടെ അവർ തിരിച്ചു വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ. ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ആ തിരിച്ചു വന്ന ആളോട് ഫഖതനിം, ആ ആളിൽ നിന്ന് നിങ്ങൾ മുതലെടുത്തേക്കണം കേട്ടോ. എന്തെന്നറിയോ? ഫഇന്ന ദഅവതഹു മുസ്തജാബ. അവർ ചെയ്യുന്ന ദുആഇന് നാട്ടിലെത്തിയാലും അല്ലാഹു ഉത്തരം നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ കർമ്മങ്ങളും കുടുംബവുമായി ബന്ധിപ്പിച്ച് അള്ളാഹുവിനുള്ള സമർപ്പണം നമ്മെ ശുദ്ധീകരിക്കാൻ.
ഇത് പഠിപ്പിച്ചു ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.